നമസ്കാരം ടിട്ടാ. ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു ചർച്ച വേണമോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാൻ. ഇത് നമ്മുടെ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്ത സ്ഥിതിക്ക് അത് ചർച്ച ചെയ്തു പോകാമെന്ന് ഞാനും കരുതുന്നു. ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങളായ ടൈംസ് നൗ, അതേപോലെ ഇന്ത്യ ടുഡേ, അതുപോലെ CNN, ന്യൂസ് 18, അങ്ങനെ ഒട്ടനവധി നിരവധി ചാനലുകളാണ് ഈ വിഷയം ഏറ്റെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ദേശീയ തലത്തിൽ ചർച്ചയുമായി. ഈ ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരീഅത്ത് നിയമത്തെ അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു ജിം എന്ന് തന്നെയാണ് അതിനർത്ഥം. ശരീഅത്ത് നിയമത്തിൽ പറയുന്നത് ഔറത്ത് മുഴുവൻ മറച്ച്, അതായത് ശരീരഭാഗങ്ങൾ മുഴുവൻ മറച്ചുള്ള ജിമ്മാണ് അവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ശരീഅത്ത് നിയമത്തിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകളൊക്കെ അതിൽ പാലിക്കുന്നു. മുസ്ലിങ്ങൾക്ക് മ്യൂസിക് ഹറാമാണ്, അതുകൊണ്ട് മ്യൂസിക് പബ്ലിക്കിൽ പ്ലേ ചെയ്യില്ല, പബ്ലിക്കായിട്ടിടില്ല എന്നാണ് അവർ പറയുന്നത്. സ്ത്രീകൾക്കും പുരുഷനും 2 ടൈമായിരിക്കും. കേരളത്തിലെ സമസ്തയും ശരീഅത്തിനെ അംഗീകരിക്കുന്ന ഒരു സംഘടനയാണ്, മുസ്ലിം സംഘടനയാണ്. മതേതരത്വം എന്ന 40 വട്ടം പറയുന്ന രാഷ്ട്രീയക്കാരുള്ള കേരളത്തിൽ, പ്രബുദ്ധരായ ജനങ്ങളുള്ള ഈ കേരളത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറയൂ. പ്രേക്ഷകർ, എന്നെ വീക്ഷിക്കുന്നവർ തന്നെ പറയൂ. മതത്തിൻ്റെ പേരിൽ ആശുപത്രികൾ തുടങ്ങുക, മതത്തിൻ്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്നതിനുള്ള സംവിധാനങ്ങളല്ലേ ഇതൊക്കെ? ശ്രീകൃഷ്ണൻ മന്തി കഴിക്കുന്ന വിഷു ആശംസകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരാൾക്കാണ് തെറ്റ് സംഭവിച്ചിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ അതിന് തൊട്ടുപുറകെ മലപ്പുറം ജില്ലയിലും ബാംഗ്ലൂരിലും ഒക്കെ ഇതിൻ്റെ പ്രതിധ്വനികൾ മുഴങ്ങിക്കണ്ടു, ഇതേപോലെ ആവർത്തിച്ചു കണ്ടു. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ഗൂഢാലോചന ഇല്ലേ എന്ന് സംശയിക്കാതിരിക്കാൻ തരമില്ല. ഈ ജിമ്മിൻ്റെ ഉടമ ഇത്രയും പരസ്യമായി വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ സാമ്പത്തിക ഉറവിടങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്. ഇതിൻ്റെ ഫണ്ടിങ് എവിടെ നിന്നാണ്? ഇതുപോലുള്ള ഈ കുഴിമന്തി കടകൾ, അതുപോലുള്ള ഈ പറയുന്ന ഇസ്ലാമിക് ജിമ്മുകൾ, ഇതിനൊക്കെ വരുന്ന ഫണ്ടിങ് എവിടെ നിന്നാണെന്നൊക്കെ ഉള്ള അന്വേഷണം നടത്തേണ്ടത് അനിവാര്യം തന്നെ. പണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോഴുള്ള ഒരു ഇൻ്റലിജൻസ് കാര്യങ്ങൾ ഒന്നുമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. എവിടെയൊക്കെ വേലി കെട്ടാതെയുണ്ടോ അവിടെയെല്ലാം വേലി കെട്ടി നുഴഞ്ഞു കയറിയവരെയൊക്കെ അടിച്ചിറക്കി രാജ്യത്തെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന എന്ത് കാര്യമുണ്ടായെങ്കിലും അപ്പോൾ തന്നെ അത് അവർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നുമുണ്ട്. സത്യം, കഴിഞ്ഞ 10 വർഷം ശ്രീമാൻ പിണറായി വിജയൻ ഭരിച്ചപ്പോഴാണല്ലോ ഇവിടെ വന്ന് NIA രാഖി രാമാനം രാത്രിയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ രാഖി രാമാനം കൊണ്ടുപോയത്. 2047 ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാമെന്ന് പദ്ധതിയിട്ട പോപ്പുലർ ഫ്രണ്ടിനെ കൊണ്ടുപോയത് പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്താണ്. എന്നിട്ട് അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ശ്രീമാൻ പിണറായി വിജയന്റെ പോലീസോ ഇന്റലിജൻസ് വിഭാഗങ്ങളോ തയ്യാറായില്ല. അവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ രാജ്യസുരക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മതത്തിന്റെ പേര് പറഞ്ഞ് തുടങ്ങുന്ന ഇത്തരം സ്ഥാപനങ്ങളെ പ്രത്യേക നിരീക്ഷണത്തിൽ കൊണ്ടുവരേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.